നമ്മുടെയൊക്കെ കുട്ടിക്കാല നൊസ്റ്റാൾജിയകളിൽ പ്രധാനിയാണ് പഞ്ഞിമിഠായി. പഞ്ഞിമിഠായി ഇല്ലാത്ത എന്ത് ഉത്സവപ്പറമ്പ്, പള്ളിപ്പെരുന്നാൾ, ബീച്ച്. ട്രാൻസ്പെറന്റ് കവറിൽ കടുത്ത പിങ്ക് വർണ്ണത്തിൽ എവിടെ നിന്ന് നോക്കിയാലും തെളിഞ്ഞു കാണാൻ തക്കെടുപ്പോടെ നിൽക്കുന്ന പഞ്ഞിമിഠായി കാണാൻ തന്നെ അഴകാണ്. ഇപ്പോഴും കുഞ്ഞുങ്ങളുടെ ഇഷ്ടമധുരം തന്നെയാണ് പഞ്ഞിമിഠായി. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് കൊടിയ വിഷമാണെന്നതിനെ കുറിച്ച് എത്ര പേർ ബോധവാന്മാരാണ്? തമിഴ്നാട്ടിൽ പഞ്ഞിമിഠായിയുടെ വിൽപ്പന നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയതോടെയാണ് പഞ്ഞിമിഠായിൽ ഒളിഞ്ഞിരിക്കുന്ന വില്ലനെ കുറിച്ചറിയുന്നത്. ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് തമിഴ്നാട്ടിൽ പഞ്ഞിമിഠായിയുടെ വിൽപ്പന നിരോധിച്ചത്. തമിഴ്നാട് ആരോഗ്യമന്ത്രി എം സുബ്രഹ്മണ്യനാണ് പഞ്ഞിമിഠായിയുടെ വിൽപ്പന നിരോധിച്ചതായി അറിയിച്ചിരിക്കുന്നത്. ചെന്നൈയിലെ ബീച്ചുകളിലും പാർക്കുകളിലും മറ്റു വിൽക്കുന്ന പഞ്ഞിമിഠായിയുടെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നാണ് തമിഴ്നാട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ക്യാൻസർ ഉണ്ടാക്കുന്ന രാസവസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. പഞ്ഞിമിഠായിൽ ചേർക്കുന്ന നിറത്തിലടങ്ങിയിരിക്കുന്ന റോഡ്മിൻ ബി എന്ന രാസവസ്തുവാണ് ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാകുന്നത്. റോഡ്മിൻ ബി ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് 2006 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരം കുറ്റകരമാണെന്നും തമിഴ്നാട് ഭക്ഷ്യസുരക്ഷാ വിഭാഗം വ്യക്തമാക്കി. മുൻപ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മെറീന ബീച്ചിൽ നടത്തിയ റെയ്ഡിലാണ് അപകടകാരിയായ രാസവസ്തു അടങ്ങിയ പഞ്ഞിമിഠായികൾ പിടിച്ചെടുത്തത്. US നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ വെബ്സൈറ്റ് അപകടകാരിയായി വിലയിരുത്തിയ രാസവസ്തുവാണ് റോഡ്മിൻ ബി. ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗിക്കുന്ന ഫുഡ് കളറാണിത്. മുളക് പൊടിയിലും മറ്റും വളരെ ചെറിയ അളവിൽ റോഡ്മിൻ ബി ഉപയോഗിക്കുന്നതായി കാണപ്പെടാറുണ്ട്. റോഡ്മിൻ ബിയുടെ ദീർഘകാലത്തെ ഉപയോഗം ശരീരകോശങ്ങൾ നശിക്കാൻ കാരണമാകും. റോഡ്മിൻ ബി ശരീരത്തിൽ പ്രവേശിക്കുന്നതോടെ ഈ രാസവസ്തു കോശങ്ങളിൽ ഓക്സിഡേറ്റ് സ്ട്രെസ് ഉണ്ടാക്കും. പിന്നാലെ കരളിന്റെ പ്രവർത്തനം താളം തെറ്റുകയും ക്യാൻസറിന് വരെ കാരണമാവുകയും ചെയ്യും. ഒപ്പം തലച്ചോറിലെ സെറിബെല്ലം കോശങ്ങളിലും ബ്രെയിൻ സ്റ്റെയിമിലും അപ്പോറ്റിസിന്റെ വേഗത കൂട്ടുകയും ചെയ്യും. ശരീരത്തിന്റെ ചലനം, കൃത്യത എന്നിവയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഭാഗമാണ് തലച്ചോറിലെ സെറിബെല്ലം. അതുകൊണ്ട് തന്നെ സെറിബെല്ലത്തിലെ കോശങ്ങൾ നശിക്കുന്നതോടെ നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ശരീരം വിറയ്ക്കുക, കൈക്കാൽ വേദന എന്നിവയെല്ലാം ഉണ്ടാകും. തലച്ചോറിന്റെ താഴെയായി നട്ടെല്ലിനെ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ബ്രെയിൻ സ്റ്റെയിം. ഉറങ്ങുക, ഉറക്കി ഉണരുക, ഈ പ്രക്രിയ, ശ്വസന ഹൃദയ സംബന്ധമായ നിയന്ത്രണങ്ങൾ, സെറിബ്രം, സെറിബെല്ലം, നട്ടെല്ല് ഇവ തമ്മിലുള്ള ആശയവിനിമയം എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത് ബ്രെയിൻ സ്റ്റെയിം ആണ്. റോഡ്മിൻ ബി ശരീരത്തിലെത്തുന്നതോടെ ഈ പ്രവർത്തനം മൊത്തം അവതാളത്തിലാകും. റോഡ്മിൻ ബിയുടെ സാന്നിധ്യത്തിന്റെ പേരിൽ പോണ്ടിച്ചേരിയിലും പഞ്ഞിമിഠായിയുടെ വിൽപ്പന നിരോധിക്കാൻ സർക്കാർ ഉത്തരവിട്ടിരുന്നു.